കൃത്യമായി ഇന്റർവ്യൂ ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയെ അവരിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരിത്ര നാകിട്ടടിക്കത്തില്ല. അഥവാ അങ്ങനെ ഉള്ളവരാണെങ്കിൽ അവർ ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ടല്ലേ. ഗെറ്റ് ഔട്ട് അടിക്കുമ്പോൾ ചെരുപ്പൂരി ചെവിട്ടിന് ഒരെണ്ണം കൊടുക്കണം. നീ ഇൻവൈറ്റ് ചെയ്ത് വന്ന ശേഷം നിനക്ക് തോന്നുമ്പോൾ ഗെറ്റ് ഔട്ട് അടിക്കാൻ പന്ന മോളയെന്ന് വെച്ചിട്ട് ഒരെണ്ണം കൊടുക്കാനുള്ള ആർജവം മാധ്യമപ്രവർത്തകർക്കുണ്ടെങ്കിൽ തീരാവുന്ന കഴപ്പയുള്ള സ്ത്രീക്ക് പക്ക ഫ്രോഡാണ്. അതിനപ്പുറം എന്താണ്? അവരെ ഭയപ്പെടാനോ? അതിലും ഭേദം എവിടെ കിടന്ന് ഏതോ ഒരു ചാവാലി കുരയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതയ്ക്ക് എന്ത് സംഭവിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്? റേപ്പ് നടന്നിട്ടില്ല, ശരിയാ. അവരുടെ കൺസെപ്റ്റിൽ അത് റേപ്പല്ല, സമ്മതം മൂളലാണ്. അവർ വായിലേക്ക് കൊടുത്താൽ വായിലെടുക്കുന്ന സ്ത്രീയാണ്. അവർക്ക് റേപ്പായിട്ട് തോന്നില്ല. അവരത് ആസ്വദിച്ച് ഉറിഞ്ചി വലിച്ചു കുടിക്കുന്ന സ്ത്രീയാണ്. മറ്റവരങ്ങനെയല്ല. ഞങ്ങൾക്കത് അറപ്പാണ്. അത് നമ്മൾ അത്രയും ഇന്റിമേറ്റായി നിൽക്കുന്ന ഭർത്താവിൻ്റെയോ കാമുകനോട് പോലും പറ്റാത്തൊരു കാര്യമാണത്. അത്രത്തോളം നമുക്ക് മാനസികമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് ഓറൽ സെക്സ്. ആണിനും അതെ പെണ്ണിനും അതെ, അത്രത്തോളം വേണം. അല്ലാതെ ഓറൽ സെക്സ് ചെയ്ത നായ്ക്കളാണ്, മൃഗങ്ങളാണ്. കണ്ടിട്ടില്ലേ? നമ്മളൊരു 2 പട്ടികളെ കൊണ്ടുവന്ന് നിർത്തിയാണ് അവരാദ്യം പോയി അവരവരുടെ ജനനേന്ദ്രിയം മണപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? അവർക്കതാണ് താല്പര്യം. അങ്ങനെ മൃഗതുല്യമായ ജീവിതം നയിക്കുന്നവർക്ക് ഇത് റേപ്പായിട്ട് തോന്നത്തില്ല, സ്വാഭാവികം. അതുകൊണ്ട് അവർ പറയുന്ന ന്യായമാണ് എന്നാണോ? വിദ്യാഭ്യാസവും വിവരവും അതും രണ്ടും തമ്മിൽ 2 ധ്രുവങ്ങളിലാണുള്ളത്. വിദ്യാഭ്യാസം കൊണ്ട് ആരും വിവരം നേടിയെന്ന് വരത്തില്ല. നമുക്ക് 10ാം ക്ലാസ് പഠനമുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മൾ പ്രവാസികളാണ്. 10 തോറ്റവരൊക്കെ അവിടെ പോയി മാനേജർ പൊസിഷനിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്ന പിള്ളേർ ക്ലറിക്കൽ ജോബിൽ കയറും. ഇംഗ്ലീഷ് നേരാമണ്ണം അറിഞ്ഞുകൂടാ, ഒന്നിനെ കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടാവില്ല. ഗ്രാജുവലി അവരാകും. പക്ഷെ അവർക്ക് ആകെ ഉള്ളത് എന്താണ്? ഈ പറയുന്ന സ്പെസിഫിക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. മറ്റത് 10ാം ക്ലാസ് പോലും പാസ്സാവാത്തവനായിരിക്കും. പക്ഷെ അവനാണ് ആ മുഴുവൻ ബിസിനസ്സും ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ പണക്കാർ പാവപ്പെട്ട ഒരു കാറ്റഗറി എടുത്തു നോക്കുക. അതിൽ ബാക്ക് ബെഞ്ചർ ആയിരിക്കും ഇവിടുത്തെ ബിസിനസ് സ്ഥാപനം കൈകാര്യം ചെയ്യുന്നത്. അവന്റെ അണ്ടറിൽ എത്രയോ എഞ്ചിനീയർമാരുണ്ടാകും. യൂസുഫ് അലി സാറിനെ എടുക്കാം, ഏതുവരെ പഠിച്ച്. പുള്ളിയുടെ അണ്ടറിൽ എത്ര എഞ്ചിനീയർമാരുണ്ട്, എത്ര ഡോക്ടർമാരുണ്ട്, എത്ര ടെക്നിക്കൽ ജോബ് അറിയാവുന്ന ഭയങ്കരമായി എഡ്യൂക്കേറ്റഡ് ആയ ഫെലോസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മാനേജറുടെ തന്നെ ഒരു ഡിഗ്രി എടുത്തു നോക്കിയാണ്. വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ 2 മടങ്ങ് വ്യത്യാസങ്ങളാണ്. അത് മനസ്സിലാക്കുക. നമുക്ക് കുറെ ഡിഗ്രി ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ പീസ് ഓഫ് പേപ്പർ എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇറ്റ്സ് എ പീസ് ഓഫ് പേപ്പർ. എന്താണ് ആ പെണ്ണുമ്പോൾ ഉണ്ടാക്കിയെടുത്തത്? ദാറ്റ്സ് എ പീസ് ഓഫ് പേപ്പർ. അവർക്ക് വിവരമില്ല, ഉണ്ടെങ്കിൽ അവർ അത്തരത്തിലുള്ള സംഗതി സംസാരിക്കത്തില്ല. പിന്നെ നമ്മളൊരു ബാർ ഡാൻസറെയോ ഒരു ഇതേപോലെ ബ്രോത്തൽ നടത്തുന്ന ഒരു സ്ത്രീയെയോ ഒക്കെയോ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഇതിലേക്ക് ചിന്തിക്കരുത്. നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാര് ചിന്തിക്കുന്നതാണ്, അയ്യോ ഇവരൊന്നും ഇങ്ങനെ പറയണത്. നിങ്ങളുടെ മെന്റൽ സ്റ്റാറ്റസ് അല്ല അവരുടേത്. അവർക്ക് കടി വന്നാൽ കടി തീർക്കുക എന്നുള്ള, ഭർത്താവ് കൂടെയില്ല, വേറൊരുത്തൻ നിരന്തരമായി കെട്ടി കൂടെ ഇരുത്തത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീക്ക് കടി വന്നാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം.